ഹലോ, ഗുഡ് ഈവനിംഗ്. റിപ്പോർട്ടർ മെഗാ പ്രീ പോൾ സർവേ അവസാന ദിനത്തിലേക്കാണ് പ്രേക്ഷകരെ ക്ഷണിക്കുന്നത്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട എണ്ണം പറഞ്ഞ 2 മണ്ഡലങ്ങൾ, 18 മണ്ഡലങ്ങളുടെയും റിപ്പോർട്ടർ മെഗാ പ്രീ പോൾ സർവേ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ 5 ഇടങ്ങളിൽ LDFും 13 ഇടങ്ങളിൽ UDFും. ഇന്ന് 2 പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ, ഒന്ന് തലസ്ഥാന നഗരി തിരുവനന്തപുരം, മറ്റൊന്ന് പൂരങ്ങളുടെ നഗരി തൃശൂർ. എന്താണ് തലസ്ഥാന നഗരിയും പൂരനഗരിയും ഈ റിപ്പോർട്ടർ മെഗാ പ്രീ പോൾ സർവേയിൽ കാത്തുവച്ചിരിക്കുന്ന സസ്പെൻസ് എന്ന് നമുക്ക് നോക്കാം. 76% അർബൻ വോട്ടർമാരുള്ള തിരുവനന്തപുരം നഗരം, 76%-ത്തിൽ തന്നെ 73% ഹിന്ദു വോട്ടർമാരുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസി. തിരുവനന്തപുരം ആർക്കനുകൂലമായി എന്തു വെച്ചിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ആരംഭിക്കുന്നു റിപ്പോർട്ടർ മെഗാ പ്രീ പോൾ സർവേ. രാഷ്ട്രീയ കേരളത്തിന്റെ മനസ്സ് ചിരഞ്ഞ് ദിവസങ്ങളോളം നടത്തിയ സാമ്പിൾ ശേഖരണം, 19,223 വോട്ടർമാരുടെ ഉള്ളറിഞ്ഞ സാമ്പിൾ ശേഖരണം, 28 ഫീൽഡ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ്, 12 ദിവസം 20 ലോക്സഭാ മണ്ഡലങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ വിവരശേഖരണം, ഏറ്റവും അധികം വോട്ടർമാർ മനസ്സ് തുറന്ന സർവേ. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയതിൽ 51% സ്ത്രീകളും 49% പുരുഷന്മാരുമാണ്. ഹിന്ദു വിഭാഗത്തിലെ 55% പേരും 26% മുസ്ലിങ്ങളും 19% ക്രൈസ്തവരും സർവേയിൽ പങ്കാളികളായി. ജനുവരി 28 മുതൽ ഫെബ്രുവരി 8 വരെയാണ് മെഗാ പ്രീ പോൾ സർവേ നടന്നത്. റിപ്പോർട്ടർ, ദ കംപ്ലീറ്റ് ഇലക്ഷൻ ചാനൽ. തലസ്ഥാന ജില്ല രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ച തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സമ്മാനിച്ച ലോക്സഭാ മണ്ഡലമാണ് തിരുവനന്തപുരം. മുൻ മുഖ്യമന്ത്രിമാരായിരുന്ന കെ കരുണാകരനെയും PK വാസവൻ നായരെയും നയതന്ത്ര വിദഗ്ധൻ VK കൃഷ്ണമേനോനെയും ഇരു കൈകളും നീട്ടി സ്വീകരിച്ച പാരമ്പര്യം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എക്കാലത്തെയും തലപ്പൊക്കമുള്ള നേതാവായ MN ഗോവിന്ദൻ നായരെ വിജയിപ്പിക്കുകയും തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് മണ്ഡലം. മലയാളത്തിന്റെ പ്രിയ കവി ONV കുറുപ്പും എഴുത്തുകാരി കമലാ സുരയ്യയും പ്രമുഖ എഴുത്തുകാരനും വാഗ്മിയുമായിരുന്ന കണിയാപുരം രാമചന്ദ്രനുമൊക്കെ മണ്ഡലത്തിൽ തോൽവി നുണഞ്ഞിട്ടുള്ളവരാണ്. അട്ടിമറി വിജയങ്ങൾക്കും അപ്രതീക്ഷിത കാലിടർച്ചകൾക്കും ഒന്നിലേറെ തവണ സാക്ഷ്യം വഹിക്കേണ്ടി വന്നിട്ടുണ്ട് തിരുവനന്തപുരത്തിന്. 1952 മുതൽ 1971 വരെ സ്വതന്ത്രരെയാണ് തലസ്ഥാന മണ്ഡലം വാരിപ്പുണർന്നത്. 1977 കോൺഗ്രസ് CPI സഖ്യസ്ഥാനാർത്ഥിയായി MN ഗോവിന്ദൻ നായർ മത്സരരംഗത്തെത്തി. 69,822 വോട്ടുകൾക്ക് ആദ്യ അംഗത്തിൽ ജയം. 1980 CPI കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് CPM-നൊപ്പം ഇടതുമുന്നണി രൂപീകരിച്ച് കളം മാറ്റി ചവിട്ടി. CPI കളത്തിലിറക്കിയത് MN ഗോവിന്ദൻ നായരെ തന്നെ. കോൺഗ്രസിനു വേണ്ടി യുവ നേതാവ് A നീലലോഹിതദാസൻ നാടാർ മത്സരത്തിനിറങ്ങി. 1977 കോവളം മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് CH മുഹമ്മദ് കോയ മന്ത്രിസഭയിൽ അംഗമായ പ്രതാപത്തോടെയാണ് നീലലോഹിതദാസൻ നാടാർ മത്സരത്തിനിറങ്ങിയത്. വോട്ടുപെട്ടി തുറന്നപ്പോൾ നീലന്റെ ഭൂരിപക്ഷം 1,00,000-ലധികം. കോൺഗ്രസ് വിട്ട് ലോക്ദളിലെത്തി നീലലോഹിതദാസൻ നാടാർ 1984 ഇടത് സ്ഥാനാർത്ഥിയായി. ഇന്ദിരാഗാന്ധിയുടെ സഹതാപ തരംഗം ആഞ്ഞു വീശിയ തെരഞ്ഞെടുപ്പിൽ പുതുമുഖവും അപ്രശസ്തനുമായ A ചാൾസിലൂടെ കോൺഗ്രസ് നീലലോഹിതദാസൻ നാടാരോട് പകരം വീട്ടി. കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തിൽ മണ്ഡലം പിടിച്ചെടുത്തെങ്കിലും ഹിന്ദു മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരത്തിനിറങ്ങിയ കേരള വർമ്മരാജ എല്ലാവരെയും ഞെട്ടിച്ച് 1,00,000-ലധികം വോട്ട് നേടി. സംഘപരിവാറുകൾക്ക് തിരുവനന്തപുരത്തെ പ്രതീക്ഷ തുടങ്ങുന്നതും ഇവിടെ നിന്നാണ്. 1989 തിരുവനന്തപുരത്ത് ശ്രദ്ധേയമായ മറ്റൊരു മത്സരം നടക്കുന്നത്. കവിയും ഗാനരചയിതാവുമായ ONV കുറുപ്പ് ഇടത് സ്വതന്ത്രനായി തിരുവനന്തപുരത്ത് മത്സരത്തിനിറങ്ങി. എല്ലാവരെയും ഞെട്ടിച്ച് സിറ്റിംഗ് MP A ചാൾസിന് വീണ്ടും ജയം. കമലാ സുരയ്യയും ലോക്സഭയിലേക്ക് മത്സരിച്ചിരുന്നു. ലഭിച്ചത് 1,786 വോട്ടുകൾ മാത്രം. BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച P അശോക് കുമാറിന് 56,046 വോട്ടുകൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. 1991 തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് MP ചാൾസിന് ഹാട്രിക് ജയം. BJPക്ക് വേണ്ടി രംഗത്തിറങ്ങിയ O രാജഗോപാൽ 80,566 വോട്ട് നേടി നില മെച്ചപ്പെടുത്തി. 1996 തെരഞ്ഞെടുപ്പിൽ CPIയിലെ KV സുരേന്ദ്രനാഥിനോട് സിറ്റിംഗ് MP A ചാൾസ് അടിയറവ് പറഞ്ഞു. 1998 സിറ്റിംഗ് MP KV സുരേന്ദ്രനാഥിനെ അട്ടിമറിച്ച് കരുണാകരൻ ലോക്സഭയിലെത്തി. 1999 കോൺഗ്രസ് രംഗത്തിറക്കിയ പുതുമുഖം VS ശിവകുമാർ CPIയുടെ കരുത്തൻ കണിയാപുരം രാമചന്ദ്രനെ തോൽപ്പിച്ചു. മണ്ഡല ചരിത്രത്തിലെ എല്ലാ റെക്കോർഡുകളും മറികടന്ന് BJP സ്ഥാനാർത്ഥി O രാജഗോപാൽ 1,58,221 വോട്ട് നേടി.
2004 തെരഞ്ഞെടുപ്പിൽ VS ശിവകുമാറിനെ തോൽപ്പിച്ച് PK വാസുദേവൻ നായർ 54,603 വോട്ടിന് മണ്ഡലം പിടിച്ചെടുത്തു. BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച O രാജഗോപാൽ 2,28,052 വോട്ട് നേടി. കോൺഗ്രസും BJPയും തമ്മിലുള്ള വോട്ട് വ്യത്യാസം വെറും 3,402 മാത്രമായി ചുരുങ്ങുകയും ചെയ്തു. 2005 PK വാസുദേവൻ നായരുടെ മരണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ ഒരിക്കൽ കൂടി ശിവകുമാറിനെ തോൽപ്പിച്ച് മണ്ഡലം നിലനിർത്തി. 2009 മണ്ഡല പുനർനിർണയത്തിന് ശേഷമാണ് വിശ്വപൗരൻ ശശി തരൂർ തിരുവനന്തപുരത്തെത്തുന്നത്. എല്ലാവരും തോൽവി പ്രവചിച്ച തിരഞ്ഞെടുപ്പിൽ 1 ലക്ഷം വോട്ടുകൾക്കായിരുന്നു തരൂരിന്റെ ജയം. 2014 തിരുവനന്തപുരം തരൂരിനെ നെഞ്ചിലേറ്റി. BJP നേതാവ് O രാജഗോപാലിനെ പരാജയപ്പെടുത്തിയത് കേവലം 15,470 വോട്ടുകൾക്ക്. 2019 ശശി തരൂരും BJP സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനും തമ്മിലായിരുന്നു പ്രധാന മത്സരം. CPIയുടെ മുതിർന്ന നേതാവ് C ദിവാകരൻ 3ാം സ്ഥാനത്തായി പോയി. 2024 ശശി തരൂർ 4ാം അംഗത്തിനിറങ്ങുകയാണ്. അപ്പോൾ ആര് വന്നാലും എന്താ വ്യത്യാസം? അവസാനത്തിൽ നമുക്ക് ഈ നാടിൻ്റെ ഭാവിയെക്കുറിച്ചും നമ്മളുടെ യുവ തലമുറയ്ക്ക് എങ്ങനെയൊരു ഭാരതമാണ് കാണേണ്ടത് അതൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടല്ലേ നമ്മൾക്ക് ഇറങ്ങേണ്ടതാണ്. 2009 മുതൽ കൈവിട്ടുപോയ തിരുവനന്തപുരം പന്ന്യൻ രവീന്ദ്രനിലൂടെ തിരിച്ചുപിടിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് CPI നേതൃത്വം. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വളരെ നേരത്തെ തന്നെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന കാര്യമാണെങ്കിലും ഞങ്ങളുടെ ബൂത്ത് തലം മുതലുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും വളരെ നേരത്തെ തന്നെ ഞങ്ങളുടെ ആ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ രാജ്യത്തെ 2ാം സ്ഥാനത്തെത്തിയ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാനുള്ള BJPയുടെ പട്ടികയിൽ മുൻപന്തിയിലാണ് തിരുവനന്തപുരം. ഒത്തുപിടിച്ചാൽ ജയസാധ്യതയുണ്ടെന്ന് BJP കേന്ദ്ര നേതാക്കൾ അടക്കം വിലയിരുത്തുന്ന മണ്ഡലം. അവിടെ 3 തവണയായി വെന്നിക്കൊടി പാറിക്കുന്ന ശശി തരൂരിനെ തളയ്ക്കാൻ ഇത്തവണയാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് BJP. കേരളത്തിൻ്റെ ഭരണം, സംസ്ഥാന സർക്കാരിൻ്റെ നടപടികൾ ഇതെല്ലാം ഇവിടെ വിലയിരുത്തപ്പെടും. അതോടൊപ്പം തന്നെ കേന്ദ്ര ഭരണത്തിൻ്റെ ഈ കഴിഞ്ഞ 10 വർഷക്കാലം എന്തൊക്കെ ചെയ്തു എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശകലനവും വിലയിരുത്തലുമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ. ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ. റിപ്പോർട്ടർ മെഗാ പ്രീ പോൾ സർവേയിൽ ഇന്ന് തലസ്ഥാന ജില്ലയുടെ കണക്കാണ് ആദ്യം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഒട്ടേറെ സർപ്രൈസുകളുള്ളൊരു മണ്ഡലമായിരുന്നു. ONV പരാജയപ്പെട്ടിടം, കെ കരുണാകരനെ വിജയിപ്പിച്ചു പോകുമ്പോഴും കെ കരുണാകരന് സർപ്രൈസുകൾ കൊടുത്ത മണ്ഡലം. ഡിക്കിന്റെ ഫോർമേഷനു ശേഷം പിന്നീട് ആ മണ്ഡലത്തിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ പന്ന്യൻ രവീന്ദ്രൻ ജയിച്ച് കയറിയ മണ്ഡലം. നീലലോഹിതദാസൻ നാടാറാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് വിഹിതം സ്വന്തമാക്കിയത്. അതേ നീലലോഹിതദാസൻ നാടാർ ആ മണ്ഡലത്തിൽ ഏറ്റവും കുറഞ്ഞ വോട്ടിനും പരാജയപ്പെടുന്ന കാഴ്ച കണ്ടു. അങ്ങനെ സർപ്രൈസുകളുള്ള മണ്ഡലമാണ്. 4ാം ഊഴമാണ് ശശി തരൂർ തേടാൻ പോകുന്നത്. ഉണ്ണി ബാലകൃഷ്ണൻ. നിശ്ചയമായും. മാത്രമല്ല വിട്ടുപോകാൻ പാടില്ലാത്തൊരു പേര് മാധവിക്കുട്ടി, പിന്നെ കമല സുരയ്യ എന്നറിയപ്പെടുന്ന മാധവിക്കുട്ടി മത്സരിച്ചിട്ടുള്ള മണ്ഡലമാണ്. ONV കുറുപ്പ് നിശ്ചയമായും മത്സരിച്ചിട്ടുള്ള മണ്ഡലമാണ്. ഇപ്പോൾ അരുൺ സൂചിപ്പിച്ചതുപോലെ കണിയാപുരം രാമേന്ദ്രനെ പോലൊരു വലിയ പ്രാസംഗികൻ മത്സരിച്ചിട്ടുള്ള മണ്ഡലമാണ്. ഒട്ടേറെ സർപ്രൈസുകൾ എപ്പോഴും കരുതിക്കൂട്ടി വയ്ക്കുന്ന തിരുവനന്തപുരം മണ്ഡലം. പക്ഷേ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ ശശി തരൂരിനെ തന്നെയാണ് ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്, അല്ലേ? 3 തെരഞ്ഞെടുപ്പല്ലേ, 2009-ലും 2014-ലും 2019-ലും. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ഊഴമാർക്കാണ് എന്നുള്ളതാണ് ഈ സർവേ ഏറ്റവും ആകാംക്ഷാപൂർണ്ണമാക്കുന്നത്. ഒരുപക്ഷെ കേരളം മൊത്തത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം. മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് തിരുവനന്തപുരത്തെ സർവേയിലും ചില പ്രത്യേകതകൾ ഉണ്ടെന്ന് തോന്നുന്നു, അല്ലേ? സർവേയിലും ചില പ്രത്യേക കാര്യങ്ങൾ അവർ സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങൾ മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. മണ്ഡലത്തിന്റെ സോഷ്യൽ ജിയോഗ്രഫി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം 76% ആളുകൾ ഹിന്ദു വിഭാഗത്തിൽപ്പെടുകയും അതിൽ തന്നെ 73% ആളുകൾ നഗരഹൃദയങ്ങളിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് മിഡിൽ ക്ലാസ്സിന് പ്രൊമിനൻസ് ഉള്ള, നായർ കമ്മ്യൂണിറ്റിക്ക് പ്രൊമിനൻസ് ഉള്ള, എന്നാൽ തീരദേശത്തെ കമ്മ്യൂണിറ്റിക്കും പ്രാധാന്യമുള്ള. അവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം എപ്പോഴും നിർണായകമാകുക തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട് 9% മുസ്ലിം സമുദായം അവിടെയുണ്ട്, 9.1%. അതുപോലെ 14% ക്രിസ്ത്യൻസ് ഉണ്ട്. അപ്പം മൊത്തം 23% ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ തിരഞ്ഞെടുപ്പിൻ്റെ വിജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്ന ഒരു സുപ്രധാന മണ്ഡലമാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് വിഴിഞ്ഞം പോലുള്ള പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നു. അതേപോലെ BJPക്ക് ജയിച്ചു വരാൻ സാധ്യതയുള്ളൊരു മണ്ഡലമായി BJP കരുതുമ്പോൾ മുസ്ലിം വോട്ട് എൻ ബ്ലോക്കായിട്ട് ആർക്കൊപ്പം നിൽക്കുമെന്ന് ചോദ്യം നിൽക്കുന്നു. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വളരെ പ്രധാനപ്പെട്ട ഒരു സൂചനയാണല്ലോ നൽകിയത്. കാരണം 3ാം സ്ഥാനത്തേക്ക് LDF പോയ മണ്ഡലമാണത്. C ദിവാരൻ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. 1-2 സ്ഥാനങ്ങളിലേക്ക് വന്നത് കോൺഗ്രസും BJPയാണ്. കോൺഗ്രസും BJPയും തമ്മിലായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരമെങ്കിൽ ഇക്കുറി എങ്ങനെയായിരിക്കും ആ മത്സര ചിത്രം? നമുക്ക് അതിൽ നോക്കൂ, ഇത്തവണ ഇപ്പോൾ CPIയുടെ സ്ഥാനാർത്ഥി ആരാണ് എന്നത് ഇപ്പോൾ നമുക്ക് വ്യക്തമാണ്. പന്ന്യൻ രവീന്ദ്രൻ തിരുവനന്തപുരത്തേക്ക് ഇറങ്ങുന്നു. 2005 ഉപതെരഞ്ഞെടുപ്പ്, അതായത് മരണശേഷം നടന്ന PKVയുടെ മരണശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഉപതെരഞ്ഞെടുപ്പ്. 2005-ലാണ് പന്ന്യൻ രവീന്ദ്രൻ വരുന്നത്. DICയുടെ ഫോർമേഷൻ നടക്കുന്നു. അതെ, അതിനുശേഷമുള്ള വോട്ട് അങ്ങോട്ട് മാറുന്നു. അതെ, ആ ഒരു കോൺഗ്രസിലെ വോട്ട് പിളർന്നു. കോൺഗ്രസ് വോട്ട് ബാങ്ക് പിളർന്നതാണ്. അതെ,
അങ്ങനെ മാത്രമാണ് അവിടെ ജയിക്കാൻ കഴിഞ്ഞത്. നോക്കൂ, അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ CPIയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് മോശമാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായ ഒരു ഡിപ്രീസിയേഷൻ ഉണ്ട്. കഴിഞ്ഞ 2 തവണത്തെ തെരഞ്ഞെടുപ്പിൽ 3-ാം സ്ഥാനത്താണ്. അതുകൊണ്ട് തന്നെ എന്താണ് തിരുവനന്തപുരം മണ്ഡലത്തെ കുറിച്ച് പറയുന്നത് എന്ന് നോക്കാം. 2014 മുതൽ 2021 വരെയുള്ള 3 തിരഞ്ഞെടുപ്പുകളിൽ തിരുവനന്തപുരം എങ്ങനെയാണ് വോട്ട് ചെയ്തത്? അതിൽ LDF നേരത്തെ സുജയ് സൂചിപ്പിച്ചതുപോലെ 19% നിന്ന് 25% മാറുമ്പോഴും 3-ാം സ്ഥാനത്തേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ആദ്യം O രാജഗോപാലിന് മുന്നിൽ അടിയറവ് പറയുന്നു ഇടതുമുന്നണി, പിന്നീട് കുമ്മനം രാജശേഖരന് മുന്നിൽ 3-ാം സ്ഥാനത്തേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്നാൽ അതേസമയം UDFന്റെ വോട്ട് ബാങ്ക് 2014 23% നിന്ന് 41% റോക്കറ്റായിട്ട് ഉയരുകയാണ് ശശി തരൂരിന്റെ ഭൂരിപക്ഷം. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 2021 UDFന് ആ നില നിർത്താൻ കഴിയുന്നില്ല. പകരം LDF 25.57 എന്ന വോട്ട് ശതമാനത്തിൽ നിന്ന് 18% വർധനവുമായി 43% ഉയരുന്നതായിട്ട് കാണാം. ഈ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഒരൊറ്റ മണ്ഡലം മാത്രമാണ് LDFന്റെ കയ്യിലുള്ളത്, അല്ല ഒരു UDFന്റെ കയ്യിലുള്ളത്. അത് കോവളം മണ്ഡലം, വിൻസെന്റിന്റെ മണ്ഡലമാണ്. ബാക്കി 6 മണ്ഡലങ്ങളിലും LDFന്റെ MLA കണക്ക് നോക്കൂ. 6 മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷം കൊണ്ട് തന്നെ 18% വ്യത്യാസമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നത്. വട്ടിയൂർക്കാവാണെങ്കിലും ശരി, കഴക്കൂട്ടമാണെങ്കിലും ശരി, നേമമാണെങ്കിലും ശരി, തിരുവനന്തപുരമാണെങ്കിലും O രാജഗോപാൽ മത്സരിക്കുന്ന സമയത്ത് 4 നിയമസഭാ മണ്ഡലങ്ങളാണ് NDAക്കൊപ്പം ഉണ്ടായിരുന്നത്. ആ സാഹചര്യമാണ് 2019 ആകുമ്പോഴേക്കും മാറുന്നു എന്നത് നമ്മൾ കാണുന്നത്. ശശി തരൂർ ഒരു വലിയ തേരോട്ടം നടത്തുമ്പോഴും LDFന് 2019 പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. പക്ഷെ നേരെ തിരിയുന്നു 2021 ആകുമ്പോഴേക്കും. BJPയുടെ സ്വാധീനം മാറി വരുന്നുണ്ട്. 2004 രാജഗോപാലിനെ 2.25 ലക്ഷമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഭൂരിപക്ഷം. പിന്നീട് CK പത്മനാഭൻ വരുമ്പോൾ അത് 35,000 വോട്ടുകൾ മാത്രമായി. ഒരു 21-22% ബേസ് വോട്ടുകൾ തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ NDAക്കുണ്ട്. അതുകൊണ്ടാണല്ലോ കോർപ്പറേഷൻ അവർ വലിയ ശക്തമായ ഒരു പ്രതിപക്ഷമായി മാറുന്നത് BJP. അപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിൽ BJPയുടെ സാന്നിധ്യം തള്ളിക്കളയാൻ കഴിയില്ല. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. 76% ഹിന്ദു വോട്ടുകളുള്ള നഗര കേന്ദ്രീകൃതമായിട്ടുള്ള മിഡിൽ ക്ലാസ് ജീവിക്കുന്ന ഒരു കാര്യം കൂടി സ്വാഭാവികമാണ്. 2019 2021 തമ്മിലുള്ള ഒരു അഗ്രഗേറ്റ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ശബരിമല വിഷയം നിൽക്കുമ്പോഴാണ് ഈ 31.26% കൂടുതൽ ഹിന്ദു വോട്ടുകൾ പോൾ ചെയ്യപ്പെടുന്ന തിരുവനന്തപുരം മണ്ഡലം എത്തുന്നത്. അതിനുശേഷം ഈ 23.34 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താണെങ്കിലും അവിടെ ഇപ്പോൾ ബേസ് വോട്ടായി 25-നും 30-നും ഇടയിൽ ശതമാനം വോട്ടുകൾ NDAക്ക് ഉണ്ട് എന്നതാണ് വസ്തുത. അത് ആ ഡാറ്റ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് 22, 25, 23 അഗ്രിഗേറ്റുകൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ഓൺ ആൻ ആവറേജ് 25 എന്ന് നമുക്ക് പറയാം. 25% വോട്ടുകൾ NDAക്കുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്ഥാനാർത്ഥി O രാജഗോപാൽ വരുമ്പോഴാണ് തിരുവനന്തപുരം മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സ്വഭാവം തന്നെ മാറുന്നത്. അതുവരെ 10% മാത്രമുണ്ടായിരുന്ന തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യുവൻസി സഡൻ ജമ്പാണ് 20%ലേക്കും 22%ലേക്കും. അല്ല, ശരിക്കും പറഞ്ഞാൽ ആ തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ വെള്ളം കുടിച്ച തെരഞ്ഞെടുപ്പായിരുന്നു അത്, രാജഗോപാലുമായിട്ടുള്ള ഏറ്റുമുട്ടൽ. കഴിഞ്ഞ തവണ 1 ലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷം, 13 വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ. 99,987 ആണെന്ന് തോന്നുന്നു. അതെ, അപ്പോൾ 1 ലക്ഷത്തിനടുത്ത് 13 വോട്ടിൽ വ്യത്യാസമേ ഉള്ളൂ. 1 ലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷം കഴിഞ്ഞ തവണ ലഭിച്ചുവെങ്കിൽ അതിന് മുമ്പത്തെ തവണത്തെ ഭൂരിപക്ഷം എത്ര തുച്ഛമാണ്, 15,000-നടുത്ത്. അന്ന് ഓർമ്മയില്ലേ, തീരദേശ വോട്ടുകൾ എണ്ണുമ്പോഴാണ് ശശി തരൂർ തിരിച്ചു വരുന്നത്. 2014 തീരദേശ വോട്ടുകളാണ് തുടച്ചത്. മാരാർജി ഭവനിൽ ഇരുന്ന് O രാജഗോപാൽ ജയിച്ചു എന്ന് സന്തോഷത്തോടു കൂടി പുഞ്ചിരിക്കുന്ന ചിത്രങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ബൈറ്റ് കൊടുക്കാൻ തുടങ്ങുമ്പോഴാണ് ഒരു അവസാന റൗണ്ടിലാണ് അട്ടിമറി ഉണ്ടായത്. അങ്ങനെ അപ്പോൾ സ്ഥാനാർത്ഥി വളരെ പ്രധാനപ്പെട്ടതാണ്. അതും നമ്മൾ ഈ ഘട്ടത്തിൽ പറയണം. നമ്മൾ ഇനി ചോദ്യത്തിലേക്ക് കടക്കുന്നു. റിപ്പോർട്ടർ മെഗാ പ്രീപോൾ സർവേ നടന്നത് ഇക്കഴിഞ്ഞ ജനുവരി മാസം 18-ാം തീയതി മുതൽ ഫെബ്രുവരി മാസം 8-ാം തീയതി വരെയുള്ള കാലയളവിലാണ്. ആ കാലഘട്ടത്തിൽ ആകെ നമ്മുടെ മുന്നിലുണ്ടായിരുന്ന ഒരേ ഒരു സ്ഥാനാർത്ഥി സാധ്യത ശശി തരൂർ മാത്രമാണ്. BJPയുടെ സ്ഥാനാർത്ഥിയെ ഇനിയും ഫിക്സ് ചെയ്തിട്ടില്ല. CPIയുടെ സ്ഥാനാർത്ഥിയെ ഫിക്സ് ചെയ്തത് 2 ദിവസങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ മറ്റു സ്ഥാനാർത്ഥികൾ വരുന്നതിന് മുൻപ്, അഥവാ സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാവുന്നതിന് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പ് സർവേ എന്ന് പറയേണ്ടതുണ്ട്. സ്ഥാനാർത്ഥിക്ക് വളരെ പ്രാധാന്യമുള്ളൊരു മണ്ഡലം കൂടിയാണ്. നോക്കാം ആദ്യ ചോദ്യത്തിലേക്ക്. റിപ്പോർട്ടർ മെഗാ പ്രീപോൾ സർവേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, MP എത്രത്തോളം നിങ്ങൾക്ക് അറിയാം? തിരുവനന്തപുരംകാർക്ക് ശശി തരൂർ എത്രത്തോളം സുപരിചിതരാണെന്നുള്ള ചോദ്യം തന്നെ അപ്രസക്തമാണ്. ഓൺ സ്ക്രീൻ, MP-യെ എത്രത്തോളം ആളുകൾക്ക് അറിയാമെന്ന ചോദ്യത്തിന് 95%-ലധികം ആളുകൾക്കും MP അറിയാം. ശശി തരൂരിനെ അറിയാത്തതായിട്ട് തിരുവനന്തപുരത്ത് ആരും തന്നെ ഇല്ല എന്നാണ് ഏകദേശം. 15 വർഷമായി. പക്ഷെ അത് ഓക്കെ എന്നേ പറയാവുള്ളൂ. കാരണം നമ്മുടെ എല്ലാ മണ്ഡലങ്ങളുടെയും സർവേ ഫലം എടുത്തു നോക്കുമ്പോൾ ഈ പറയുന്ന 98, 99 ഒക്കെയാണ് MP അറിയാമോ എന്ന ചോദ്യത്തിന് പലരും നേടിയിട്ടുള്ളത്, ഭൂരിഭാഗം പേര് നേടിയിട്ടുള്ളത്. ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷിന്റെ കാര്യത്തിനകത്തൊരു വ്യത്യാസമുണ്ട്. അങ്ങനെ ചില 1-2 മണ്ഡലങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് 95%. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ
മറ്റു മണ്ഡലങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ 95 എന്ന് പറയുന്നത് ഒരു ബിഗ് നമ്പർ ആണ്. അതെ, ശശി തരൂർ MP ആണ് എന്ന് എല്ലാവർക്കും അറിയാം. അത് തിരുവനന്തപുരത്തിന് MP ആണെന്നും എല്ലാവർക്കും അറിയാം. തിരുവനന്തപുരത്തിന് പുറത്തുള്ളവർക്കും ശശി തരൂരിനെ അങ്ങനെ നന്നായിട്ട് അറിയാം. പിന്നെ ഒരുപക്ഷെ കൊടിക്കുന്നിൽ സുരേഷിന്റെ മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ ഒരു തിരുവനന്തപുരത്തുകാർക്ക് പോലും ഒരു നിമിഷം അടൂര്, മാവേലിക്കര ചിലപ്പോൾ മാറുമായിരിക്കും. പക്ഷേ ശശി തരൂർ അങ്ങനെയല്ല. തിരുവനന്തപുരം ശശി തരൂരിന്റെ ടാഗ് ലൈനായി മാറിക്കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആ MP-യുടെ പെർഫോമൻസ് എങ്ങനെ അല്ലേ? എങ്ങനെയുണ്ട് MP? തിരുവനന്തപുരംകാർ MP-ക്ക് ഇടുന്ന റേറ്റിംഗ് എത്രയാണ്? എത്ര ശതമാനമാണ് മികച്ചതെന്ന് പറയുന്നത്? വളരെ മികച്ചതെന്ന് 10.2%, മികച്ചതെന്ന് 25.3%. അതായത് 35.5% പേർക്ക് MP ആയ ശശി തരൂരിനെ കുറിച്ച് നല്ല അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ മോശം അഭിപ്രായം എത്രയായിരിക്കും? 11.8. അപ്പോൾ അത് വളരെ വളരെ നല്ല മാർക്കാണ് അല്ലേ? 11.8% മാത്രമാണ് മോശം എന്ന് പറയുന്നത്. അതിന്റെ 3 ഇരട്ടിയാണ് നല്ലത് എന്ന് പറയുന്നത്. 35.5%. ശരാശരി 50%-ന് മുകളിലാണ്. ശരാശരി 50%-ന് മുകളിലാണ്. അപ്പം അവർക്ക് ഒരു എതിരഭിപ്രായം ഉണ്ടാവില്ല. കുഴപ്പമില്ല എന്നൊരു അഭിപ്രായമാണ്. മോശമായിരുന്നുവെങ്കിൽ മോശം എന്ന് തന്നെ പറയുമായിരുന്നു. പതിവുപോലെ മോശമെന്ന് പറയുന്നവരെക്കാൾ കൂടുതൽ ആളുകൾ കൊള്ളാമെന്ന് ശശി തരൂരിനെ കുറിച്ച് മണ്ഡലത്തിൽ പറയുന്നു. 3 ഇരട്ടി ആളുകൾ പറയുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദാറ്റ്സ് ആൻ ഇൻഡിക്കേഷൻ. സോ അതൊരു അപ്പം അദ്ദേഹം ഒരു പെർഫോമർ ആണ് എന്ന് പെർഫോമറാണ്. അദ്ദേഹം ആ മണ്ഡലത്തിൽ ആക്റ്റീവായ MP ആണ്. നിശ്ചയമായും തരൂരിന് ഗുണകരമാകുന്ന ഒരു ഇൻഡിക്കേറ്റർ. അതെ, ഇൻഡിക്കേറ്ററാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സുജയ, വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ഏത് വിഷയമാണ് വോട്ട് രേഖപ്പെടുത്തുമ്പോൾ തിരുവനന്തപുരത്തെ വോട്ടർമാർ അവരുടെ മനസ്സിലേക്ക് എടുക്കുന്നത്? വോട്ട് വിഷയം. തിരുവനന്തപുരത്തിന്റെ വോട്ടു മനസ്സ് എന്താണ് നോക്കാം. ആദ്യ ചോദ്യത്തിന്റെ ഉത്തരം ഓൺ സ്ക്രീൻ. സ്ഥാനാർത്ഥിയാണോ? മറ്റു മണ്ഡലങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്തമായ ഉത്തരമാണ് നൽകിയിരിക്കുന്നത്. സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വമാണ് ഏറ്റവും പ്രധാനം. ഞാൻ പറഞ്ഞില്ലേ സ്മൃതി, തിരുവനന്തപുരം മണ്ഡലത്തിന് സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വത്തിന് 24% പിന്തുണയുണ്ട് എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലായിടത്തും വികസന പ്രവർത്തനമാണ്. 24%. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. രാജഗോപാൽ വരുമ്പോഴാണ് 10%-ൽ നിന്ന് 22% കുമ്മനം രാജശേഖരൻ നിൽക്കുന്നത് കൊണ്ടാണ് BJP-യുടെ വോട്ട് വിഹിതം കുറയാതെ നിൽക്കുന്നത്. അപ്പോൾ കുമ്മനം രാജശേഖരന്റെയും രാജഗോപാലിന്റെയും അതേ അക്സെപ്റ്റൻസ് ഉള്ള ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നത് കണ്ടറിയണം. അതെ, കരിസ്മയുള്ള കാൻഡിഡേറ്റ്, അതാണ് തിരുവനന്തപുരത്തിന് വേണ്ടത്. അല്ല, അവിടെയും ഈ വ്യക്തിത്വം എന്ന് പറയുന്നതാണല്ലോ പ്രധാനമായും ശശി തരൂരിന്റെയും ഒരു മുതൽക്കൂട്ടാണ് പറയുന്നത്. അതായത് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം, അദ്ദേഹം വഹിച്ചിരുന്ന പദവികൾ, ഇതെല്ലാം തന്നെ തിരുവനന്തപുരത്തെ ഒരു അപ്പർ മിഡിൽ ക്ലാസ് വിഭാഗങ്ങൾക്കിടയിൽ വലിയ ആക്സെപ്റ്റൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വ്യക്തിത്വമായിരുന്നു മുതൽക്കൂട്ട്. വ്യക്തിത്വത്തിന് പ്രാധാന്യമുള്ള ഒരു മണ്ഡലത്തിൽ നിശ്ചയമായും ശശി തരൂരിന് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. പല പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ. ആദ്യം മോദിയുടെ പേര് വരെ കേട്ടിരുന്നു, രാജീവ് ചന്ദ്രശേഖരന്റെ പേര് കേട്ടു, അതെ, ശോഭനയുടെ പേര് കേട്ടു, ബെന്നറ്റ് എബ്രഹാം എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റിനെ ഉണ്ണി ബാലകൃഷ്ണൻ 24% പ്രാധാന്യം കൊടുക്കുന്ന തിരുവനന്തപുരം മണ്ഡലം എങ്ങനെയാണ് ബെന്നറ്റ് എബ്രഹാം നിന്നപ്പോൾ വിധി എഴുതിയതെന്ന് നമ്മൾ കണ്ടതാണ്. CPI-യുടെ സ്ഥാനാർത്ഥിയായിട്ട് കെട്ടിയിറക്കിയ അല്ലെങ്കിൽ ഒരു പെയ്ഡ് സീറ്റ് എന്ന ആരോപണം വലിയ അഴിമതി ആക്ഷേപം. അപ്പോൾ നോക്കൂ, അപ്പോ അയോധ്യ ക്ഷേത്ര നിർമ്മാണം പ്രധാനമാണ്. കാരണം തിരുവനന്തപുരം പോലൊരു മണ്ഡലത്തിൽ BJP-ക്ക് വലിയ സ്വാധീനമുള്ളൊരു മണ്ഡലത്തിൽ 5.7% ആളുകൾ അയോധ്യ ക്ഷേത്രത്തെ പ്രാധാന്യത്തോടുകൂടി കാണുന്നു എന്നുള്ളതോടൊപ്പം തന്നെ രാജ്യസുരക്ഷ 4% ആളുകൾ കാണുന്നു. അപ്പോൾ 9.7%, 10% ആളുകൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നു ഈ രണ്ട് വിഷയങ്ങളെങ്കിൽ ഡെഫിനറ്റ്ലി അത് BJP-യുടെ ഒരു ശക്തിയും സ്വാധീനവും തന്നെയാണ് തെളിയിക്കുന്നത്. തീവണ്ടി അയോധ്യയിലേക്ക് പുറപ്പെട്ടത് പാലക്കാട് നിന്നല്ല, കൊച്ചുവേളിയിൽ നിന്നാണ്, തിരുവനന്തപുരത്ത് നിന്നാണ്. അപ്പോൾ ഇവിടെ ഈ വികസന പ്രവർത്തനങ്ങളുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോരുത്. 21.7% പേര് വികസന പ്രവർത്തനങ്ങളെ വളരെ പ്രാധാന്യത്തോടെ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ശശി തരൂരിന് ഗുണമാണ്. കാരണം എന്താ അറിയാമോ, 35.5% ആളുകൾ അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നവരാണ്. കേവലം 11% മാത്രമാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മോശമാണെന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി താരതമ്യം ചെയ്യുമ്പോൾ ശശി തരൂരിന് ഗുണകരമായ മറ്റൊരു ഇൻഡിക്കേഷനാണ്. ഇനി നോക്കൂ, വിലക്കയറ്റം 22.3%. ഇതും ഒരർത്ഥത്തിൽ ശശി തരൂരിന് ഗുണകരം. അത് മാത്രമല്ല അഴിമതിയും അവിടെ ഒരു വലിയ പ്രശ്നമാണ്. 9.4% ആളുകൾ അഴിമതി ഒരു പ്രധാനപ്പെട്ട വിഷയമായി കാണുന്നു. 22.3% ആളുകൾ വിലക്കയറ്റത്തെ കാണും. അപ്പോൾ 31.7% ആളുകൾ വിലക്കയറ്റവും അഴിമതിയും പ്രധാനപ്പെട്ട വിഷയമായി കാണുന്നുണ്ട് എങ്കിൽ അതൊരു ആന്റി ഗവൺമെന്റ് വികാരമാണ്. ഒരു കാര്യം കൂടി സുജയ, സ്മൃതി, ഈ ആന്റി ഇൻകംബൻസി ഫാക്ടേഴ്സ്, തൊഴിലില്ലായ്മ, അതേപോലെ വിലക്കയറ്റം, അഴിമതി, ഈ 3 പ്രധാനപ്പെട്ട വിഷയങ്ങളും ഒപ്പം വികസന പ്രവർത്തനങ്ങൾ പോസിറ്റീവ് ഇൻഡിക്കേറ്ററാണ്. അതൊരു വിരുദ്ധ നയത്തിന്റെ പ്രശ്നമല്ല. അപ്പോൾ ഒരു സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരത്തെ നിശ്ചയിക്കുന്ന 3 ഘടകങ്ങളും ശക്തമായിരിക്കുകയും അതേസമയം സ്ഥാനാർത്ഥിയുടെ അക്സെപ്റ്റൻസ് കൂടുകയും ചെയ്താൽ, ആ സ്ഥാനാർത്ഥി ഭരിക്കുന്ന കക്ഷിയുടെ എതിർകക്ഷിയാവുകയും ചെയ്താൽ
ഇത് തമ്മിലൊരു കോറിലേഷൻ വളരെ കൃത്യമാണ്. വളരെ കൃത്യമാണ്. ഇൻഡിക്കേഷൻ വളരെ ക്ലിയർ ആണ്. ആദ്യ ചോദ്യങ്ങളിൽ ഒരു ക്ലിയർ ബെറ്റ് ആണ്, അല്ലെങ്കിൽ ക്ലിയർ ആയി എല്ലാവരും പറയുന്നു ശശി തരൂരിന് അഡ്വാൻറ്റേജ് ശശി തരൂർ. ആദ്യ ചോദ്യങ്ങളിൽ നിന്ന് നമുക്ക് അങ്ങനെ തന്നെ വായിച്ചെടുക്കാം. അഡ്വാൻറ്റേജ് ശശി തരൂർ എന്നതാണ് ഡാറ്റ നമ്മളോട് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആരായിരിക്കണം? അടുത്ത പ്രധാനമന്ത്രി രാഹുലോ അതോ മോദിയോ? കോൺ ബനേഗാ ഹമാരാ പ്രൈം മിനിസ്റ്റർ? ആരായിരിക്കണം നമ്മുടെ പ്രധാനമന്ത്രി? രാഹുൽ ഗാന്ധി 48.3%. തൊട്ടു പിന്നിൽ നരേന്ദ്രമോദി 2.7% വ്യത്യാസം. ഇവിടെയും ബിജെപിക്ക് ഗുണമാണ്, ഇതും ബിജെപിക്ക് ഗുണമാണ്. പക്ഷേ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ 10% അടുപ്പിച്ചൊക്കെ ശതമാനക്കണക്കിലുണ്ടായിരുന്ന ശശി തരൂർ എങ്ങനെയാണ് 3.4% താഴുന്നത്? അദ്ദേഹം 3 തവണ MP ആയ തിരുവനന്തപുരത്ത്. അതൊരു ചോദ്യമല്ലേ? പക്ഷേ അത് രാഹുൽ ഗാന്ധി എന്ന നേതാവ്, സാധ്യത കൂടുതൽ രാഹുൽ ഗാന്ധിക്കാണ്. ശശി തരൂർ സ്വാഭാവികമായും പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് അല്ല. പക്ഷേ മറ്റൊരു കണക്ക് തിരുവനന്തപുരത്ത് വരുമ്പോൾ ശശി തരൂരിന് ഒരു വെയിറ്റേജ് കിട്ടും. നമുക്ക് വെയിറ്റ് ചെയ്യാം. അല്ല, ഒരു കാര്യം കൂടി നോക്കണം. അവിടെ മല്ലികാർജുൻ ഖാർഗെക്ക് 0. മല്ലികാർജുൻ ഖാർഗെ പരിഗണിക്കുന്നില്ല. രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ ശശി തരൂർ എന്നതായിരിക്കാം ഒരുപക്ഷെ തിരുവനന്തപുരം മണ്ഡലത്തിന്റെ ഒരു സ്വഭാവം കൂടി രാഹുൽ. അതെ, ഈ തിരുവനന്തപുരത്തിന്റെ സ്വഭാവം വെച്ച് മല്ലികാർജുൻ ഖാർഗെ പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ അവരുടെ ചോയ്സ് രാഹുൽ ഗാന്ധി, അത് കഴിഞ്ഞാൽ പിന്നെ നരേന്ദ്രമോദി. ചെറിയ ശതമാന വ്യത്യാസമേ ഉള്ളൂവെങ്കിൽ പോലും അപ്പോഴും ഒരു കോൺഗ്രസ് മൈൻഡ് അവിടെ വർക്ക് ചെയ്യുന്ന ഒരു അപ്പർ ഹാൻഡ് എഗെയിൻ രാഹുൽ ഗാന്ധി. അപ്പോഴും ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ തവണ 2019 കോൺഗ്രസ് ശശി തരൂർ MP ആകുമ്പോൾ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് NDA ആണ്. ഇവിടെയും സമാനമായ രീതിയിലാണ് ഇൻഡിക്കേഷൻ വരുന്നത്. ബിജെപിക്കാണ് വെയിറ്റേജ്. 2ാം സ്ഥാനത്ത് വീണ്ടും ബിജെപിക്ക് വെയിറ്റേജ്. പ്രധാനമന്ത്രി പട്ടികയിൽ ഒരു CPM സ്ഥാനാർത്ഥി ഇല്ല എന്നതും നമ്മൾ ഓർമ്മിക്കണം. ഒരു ഇടതുമുന്നണി സ്ഥാനാർത്ഥി നമ്മൾ നിർത്തിയിട്ടില്ല. അരവിന്ദ് കെജ്രിവാളിലേക്ക്, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ അരവിന്ദ് കെജ്രിവാളിന് 0.9% ഉള്ളൂ. തലസ്ഥാന നഗരിയിൽ ആം ആദ്മി പാർട്ടി കളം പിടിക്കാൻ എത്ര ശ്രമിച്ചിട്ടും നടന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. 0.9%. എങ്കിൽ നമുക്കറിയാം എങ്ങനെയാണ് നരേന്ദ്രമോദിക്ക് 35%, 40% വോട്ട് കിട്ടുന്നത്. നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രകടനം എങ്ങനെയാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രകടനം തിരുവനന്തപുരം മണ്ഡലം പറയുന്നത്? നോക്കൂ സുജയ, മോദി സർക്കാർ മികച്ചതാണോ അതോ മോശമാണോ? ഉത്തരങ്ങളിലേക്ക് വന്നാൽ വളരെ മികച്ചത് 11.1, മികച്ചത് 28.9. അതായത് 40% പേർ മോദി സർക്കാർ നന്നായി ഭരിക്കുന്നു എന്ന അഭിപ്രായമുള്ളവരാണ്. NDAയുടെ വോട്ട് ബേസിനെ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു പ്രതികരണമാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ. അപ്പൊ മോശമാണെന്ന് പറയുന്ന ഒരു കുറവുമാണ്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. മോശമെന്ന് പറയുന്നവർ 15%, വളരെ മോശമെന്ന് പറയുന്നത് 10.6%. അതായത് 25.7% ആളുകൾ മാത്രമാണ് മോഡി സർക്കാർ മോശമാണ് എന്ന് പറയുന്നതെങ്കിൽ 40% ആളുകൾ കേന്ദ്ര സർക്കാരിന് അനുകൂലമായി ചിന്തിക്കുന്നു എന്ന് പറയുന്നത് ആ മണ്ഡലത്തിൽ NDAക്കുള്ള BJPക്കുള്ള ആധിപത്യത്തിന്റെ കൃത്യമായ ഇൻഡിക്കേറ്ററാണ്. ഒരു കാര്യം കൂടി പറയാം മണി ബാലകൃഷ്ണൻ, ഇവിടെ രാജീവ് ചന്ദ്രശേഖരാണ് മത്സരിക്കാൻ വരുന്നതെന്നാണ് നമ്മൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത്. സാക്ഷാൽ നരേന്ദ്രമോദിയോ നിർമ്മല സീതാരാമനോ മത്സരിക്കാൻ ഇറങ്ങിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ കണക്കുകൾ പ്രകാരം അതൊരു കരുത്തരുടെ പോരാട്ടമായി തീരുമാനം. വലിയ പോരാട്ടമായി തീരുമായിരുന്നു. ജയശങ്കർ ആണെങ്കിൽ പോലും ഒന്ന് വ്യക്തിത്വത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന മണ്ഡലം. നമ്പർ 2, സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വത്തിനും അപ്പുറത്തേക്ക് നരേന്ദ്രമോദിയുടെ ഇമേജിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു മണ്ഡലം. പിന്നെ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന മണ്ഡലം. സ്വാഭാവികമായിട്ടും ഘടകങ്ങളും ആ അർത്ഥത്തിൽ NDAക്ക് അനുകൂലമാണ്. ശശി തരൂരിനെ മറികടക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥി വ്യക്തിത്വമുള്ള ഒരാൾ എത്തുന്ന പക്ഷം മാത്രം. അതെ, അങ്ങനെ നമുക്ക് റീഡ് ചെയ്തെടുക്കാം. നോക്കൂ, മോശം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ വളരെ കുറവുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അങ്ങനെയെങ്കിൽ സർക്കാരിനെ കുറിച്ച് അല്ലേ? അതെ, സംസ്ഥാന സർക്കാരിനെതിരായ വികാരമുണ്ടോ? കാരണം CPI 3ാം സ്ഥാനത്ത് ഇങ്ങനെ ഫിനിഷ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇടത് സർക്കാരിനെതിരായ വിലയിരുത്തൽ എങ്ങനെയാണ് തിരുവനന്തപുരം നടക്കുന്നത്? പിണറായി സർക്കാർ വളരെ മികച്ചത് 1.6, മികച്ചത് 15.4. അതായത് 17% നല്ല അഭിപ്രായമുള്ളൂ. അതെ, 10ൽ 2 പേർക്ക് പോലും തിരുവനന്തപുരം മണ്ഡലത്തിൽ പിണറായി സർക്കാർ ഭരണസിര കേന്ദ്രമായ തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യുവൻസി പറയുന്നു 10ൽ 2 പേർക്കും മോശം കണക്ക്. ആന്റി ഇൻകംബൻസി വളരെ വലുതാണ്. 53.7% ആളുകൾ, പകുതിയിലേറെ ആളുകൾ ഈ സർക്കാരിന്റെ പ്രവർത്തനത്തിൽ തൃപ്തരല്ല. there is an anti incumbency wave. അപ്പം അങ്ങനെ വരുമ്പോൾ അത് വീണ്ടും ഗുണകരമാകുന്ന ആർക്കാണ്? സ്വാഭാവികമായും തരൂരിനാണ്. ഉണ്ണി ബാലകൃഷ്ണൻ, പലപ്പോഴും നമ്മൾ പറയാറുണ്ട് തിരുവനന്തപുരം മണ്ഡലത്തിന്റെ വിധിയെഴുത്ത് കേരളത്തിന്റെ പൊതുവായിട്ടുള്ള ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു വിധിയെഴുത്തായി തീരാറുണ്ട്. നിശ്ചയമായി നമ്മൾ നേരത്തെ വോട്ടോഗ്രാഫിൽ കണ്ടതുപോലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് 18% വർധനമാണ് LDFിനുണ്ടാവുന്നത്. സമാനമായിരുന്നു കേരളത്തിൽ എല്ലായിടങ്ങളിലും LDFിനുണ്ടായ വിജയവും. വേറൊരു കാര്യം ഉണ്ടായിരുന്നു, തിരുവനന്തപുരത്തിന്റെ പോപ്പുലേഷനെ കുറിച്ച് ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ എന്ന് പറയും. എന്താണ് ഈ ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ? ഫ്രം കാസർഗോഡ് ടു തിരുവനന്തപുരം, കൊല്ലം വരെയുള്ള എല്ലാ ആളുകളും വരുന്നൊരു സ്ഥലവും താമസിക്കുന്ന സ്ഥലവുമാണത്. സർക്കാർ
സർക്കാർ ജീവനക്കാർ, പബ്ലിക് ഒപ്പീനിയൻ മേക്കേഴ്സ്, അതെ അതെ പൊതുജനാഭിപ്രായം അതെ. ഉണ്ടാക്കാൻ അപ്പൊ അതൊരു കഴിയുന്ന ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ. യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്തെ സെന്റർ എന്ന് പറയുന്നത് അവിടെ നിന്ന് നമ്മളെല്ലാം കൂടി, ഞാനും സുജയൊക്കെ അവിടെ കയ്യേറിയിട്ട് അവിടുത്തെ ബാക്കിയുള്ള ആളുകളെ പെരിഫറിയിലാക്കിയിട്ടുണ്ട്. അതെ. കാരണം ഒറിജിനൽ തിരുവനന്തപുരംകാർക്ക് ഇപ്പം പുറത്തേക്കാണ് മാറിയിരിക്കുന്നത്. വന്ന് കയറിയ ആളുകളാണ് ഇപ്പൊ തിരുവനന്തപുരം നഗരത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. എനിക്കൊന്ന് പത്മനാഭന്റെ മുന്നിലുള്ള ചാലക്കമ്പോളത്തിലെ കുറച്ച് മനുഷ്യർ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാവരും കുടിയേറ്റക്കാരാ. അതാ കുടിയേറ്റക്കാരാണ്. അപ്പൊ അതൊരു നമ്മൾ 4 പേരും തിരുവനന്തപുരത്ത് വർഷങ്ങളോളം താമസിക്കുന്നുണ്ട്. അപ്പൊ എന്ത് പറ്റും എന്ന് വെച്ചാൽ അത് കേരളത്തിന്റെ ഒരു വികാരത്തിന്റെ പ്രതിഫലനമായി അത് മാറും. സ്വാഭാവികമായിട്ട് ആ പോപ്പുലേഷന്റെ കോമ്പിനേഷൻ അങ്ങനെയാണ്. അതെ. അപ്പോ മാത്രവുമല്ല ഫ്ലോട്ടിംഗ് ആണ്. അവരിൽ തന്നെ പബ്ലിക് ഒപ്പീനിയൻ മേക്കേഴ്സ് ഉണ്ട്, ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുണ്ട്, പൊളിറ്റിക്കലി സെൻസിറ്റീവ് ആണ്, വാർത്തകളോട് പ്രതികരിക്കുന്നവരാണ്, രാഷ്ട്രീയ നീക്കങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നവരുമാണ്. പിന്നെ ഈ പറയുന്ന എല്ലാ സമരങ്ങളുടെയും പിന്നെ പറയുന്നത് സമരശിരാകേന്ദ്രം. അപ്പൊ അതിന്റെ ഇരകൾ കൂടിയാണ്. കാരണം വെച്ചാൽ നമുക്കിപ്പം ടൗണിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പാളയത്ത് നിന്ന് ഇപ്പം പാളയം മുതൽ കിഴക്കേക്കോട്ട വരെ എത്തുക എന്ന് പറഞ്ഞാൽ ഒരു ബസ് യാത്ര എപ്പോഴും എത്രത്തോളം പ്രശ്നമാണ്. അല്ലെങ്കിൽ നിങ്ങളൊരു കാറിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും സംഘർഷങ്ങൾ ഉണ്ടാകാം, അടി ഉണ്ടാകാം, ലാത്തി ചാർജ് ഉണ്ടാകാം, ടിയർ ഗ്യാസ് പൊട്ടാം. അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിലൂടെ അങ്ങനെ വളരെ പൊളിറ്റിക്കലി എന്താ പറയുക വൊളട്ടൈലായ ഒരു നഗരമാണത്. അപ്പോൾ ആ നഗരം വിധി എഴുതുകയാണ്. കേരള സംസ്ഥാനത്തിന്റെ ഭരണം, പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണം മോശമെന്ന് പാതിയിലേറെ ആളുകൾ വിധി എഴുതുന്നു. തലസ്ഥാനത്തെ ആളുകൾ വിധി എഴുതുന്നു. തലസ്ഥാന നഗരി ഭരണസിരാ കേന്ദ്രം വിധി എഴുതുന്നു. അത് കേരളത്തിന്റെ വിധി എഴുത്തായി ഒരുപക്ഷെ വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓൺ സ്ക്രീൻ. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് താരതമ്യം ചെയ്തു നോക്കാം. രണ്ടാം പിണറായി സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ചോദ്യങ്ങൾക്കും, എല്ലാ മണ്ഡലങ്ങളോടുള്ള ചോദ്യങ്ങൾക്കും വളരെ വളരെ മോശം അഭിപ്രായമാണ് ഈ ചോദ്യം ശരിക്കും അപ്രസക്തമായി കഴിഞ്ഞു. കഴിഞ്ഞ ചോദ്യത്തിന് അല്ല, പക്ഷേ ഒരു പ്രശ്നമുണ്ട്, വളരെ പ്രധാനമാണ് പെർസെന്റേജ്. കാരണം വെച്ചാൽ സാധാരണഗതിയിൽ ഒരു ഇൻ ബിറ്റ്വീൻ 70 and 75 ആയിരുന്നു ഒരു ആവറേജ് നമ്മൾ എടുക്കുകയാണെങ്കിൽ. 65 to 75 വരെയൊക്കെ ആയിരുന്നെങ്കിൽ ഇവിടെ എത്രയാണെന്നറിയാവോ? 82.5. നമുക്ക് ഉത്തരങ്ങളിലേക്ക് പോകാം. 1ഉം 2ഉം പിണറായി വിജയൻ സർക്കാരുകളുടെ താരതമ്യം പ്രേക്ഷകരിലേക്ക്. ഓൺ സ്ക്രീൻ നോക്കൂ. മോശമായി എന്ന് അഭിപ്രായപ്പെട്ടവരും മെച്ചപ്പെട്ടവരും തമ്മിലുള്ള വ്യത്യാസം. മെച്ചപ്പെട്ടുവെന്ന് 1.3, ഒരുപോലെ എന്ന് 15.5, മോശമായി എന്ന് 82.5%. 10-8 ഭയങ്കര ഹ്യൂജ് ആണ്. മറ്റൊരു മണ്ഡലത്തിലും ഇത്രയും എഗെയിൻസ്റ്റ് ആയ ഒരു ഉണ്ടായിട്ടില്ല. അതായത് ക്ലാരിറ്റിയുള്ള മനുഷ്യരാണ്. വോട്ടിന്റെ കാര്യത്തിലും രാഷ്ട്രീയത്തിന്റെ കാര്യത്തിലും വ്യക്തതയുള്ള മണ്ഡലമാണ് തിരുവനന്തപുരം എന്നത് ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയുന്നു. പാതിയിലേറെ ആളുകൾക്കും പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണത്തെക്കുറിച്ച് മോശമെന്ന അഭിപ്രായം ഉണ്ടാകുമ്പോൾ 80% ആളുകൾക്കും സ്വാഭാവികമായി അവർ സങ്കല്പിക്കുന്നതും താരതമ്യം ചെയ്യുന്നതും ഒന്നാം പിണറായി സർക്കാരുമായിട്ടാണ്. ആ ഒന്നാം പിണറായി സർക്കാരിനെ കുറിച്ച് പൊതുവെ 70% കേരളത്തിന്റെ വിധിയെഴുത്തും മികച്ചതായിരുന്നു രണ്ടാം പിണറായി സർക്കാരിനേക്കാൾ. നോക്കൂ, കേരളീയം ഒരാഴ്ച സംഘടിപ്പിക്കപ്പെട്ടത് ഈ മണ്ഡലത്തിലാണ്, തലസ്ഥാനത്ത് തിരുവനന്തപുരം മണ്ഡലത്തിലാണ്. ഒരാഴ്ച കേരളത്തിന്റെ മുഖമിനുക്കുന്ന പ്രക്രിയ നടന്നത് ഇതേ സ്ഥലത്താണ്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടുകൂടിയാണ് കേരളീയവും നവകേരള സദസ്സും ഈ മുഖാമുഖം പരിപാടികളും ഒക്കെയായി സർക്കാർ ഡാമേജ് കൺട്രോൾ എക്സസൈസിലേക്ക് ഇറങ്ങുന്നതും. ഒന്നാം പിണറായി സർക്കാരാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ തൊട്ടു മുമ്പിലുള്ള കമ്പാരിസൺ എങ്കിൽ അത് രണ്ടാം പിണറായി സർക്കാരിന് എപ്പോഴും വലിയ വെല്ലുവിളി തന്നെയാണ്. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ കേന്ദ്ര സർക്കാരിനെ കുറിച്ച് പറഞ്ഞു, സംസ്ഥാന സർക്കാരിനെ കുറിച്ച് പറഞ്ഞു. ഇനി പ്രതിപക്ഷത്തിന് എത്ര മാർക്ക് ഉണ്ടാകും എന്നുള്ളത് നോക്കാം. തിരുവനന്തപുരം മണ്ഡലം ഏറ്റവും കൂടുതൽ സമരങ്ങൾ കണ്ട ഒരു മണ്ഡലം, പ്രതിപക്ഷത്തിന്റെ പ്രത്യക്ഷ സമരങ്ങളേറെ കണ്ട മണ്ഡലം. വളരെ മികച്ചതെന്ന് 9.7% പേരാണ്, മികച്ചതെന്ന് 12.6%, എന്ന് പറഞ്ഞാൽ 22.3%. അത്ര പോരാ എന്നതാണ്. എന്നാലോ 26.8% ആളുകൾ മാത്രമാണ് മോശം എന്ന് പറയുന്നത്. അത് ഞാൻ പറയാൻ കാരണം മാത്രം എന്ന് പറഞ്ഞതിന്റെ കാര്യം കുറവാണ്. മറ്റു മണ്ഡലങ്ങളിൽ പോകുമ്പോൾ ഏതാണ്ട് എബോവ് 45%, അപ് ടു 55% ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രതിപക്ഷം പോരാ എന്ന് തന്നെയാണ്. ഇവിടെ അത് 26.8%, 27% എന്ന് വെച്ചോളൂ. 27% എന്ന് പറയുന്നത് അഡ്വാൻറ്റേജ് ഗോസ് ടു ശശി തരൂർ തന്നെയാണ്. അവിടെ മറ്റൊരു റീഡിംഗും സാധ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഇവിടെ ശരാശരിയുടെ വലിപ്പം നോക്കൂ. ശരാശരി എന്ന് പറയുന്നത് 49.5%. പാതിയോളം ആളുകളും ഈ കാര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ ആക്ടിവിറ്റിയോട് സൈലന്റ് ആണ്. അത് തിരുവനന്തപുരം നഗരത്തിന്റെ ഒരു പൊതു സ്വഭാവം. ഒന്നത് പറയില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. അവർ പൊളിറ്റിക്കലി വളരെ ലിറ്ററേറ്റ് ആണെങ്കിലും അവർക്ക് ഈ സമരങ്ങൾ അത്ര താല്പര്യമുള്ള കൂട്ടത്തിലും അല്ല. തിരുവനന്തപുരം നഗരത്തിൽ, അതെ, തിരുവനന്തപുരം നഗരത്തിൽ നമുക്കാണെങ്കിലും പുറത്തേക്ക് ഒരു സമരം നമ്മൾ അസ്വസ്ഥരാകുന്ന ആളാണ്. അപ്പോൾ പ്രതിപക്ഷത്തോട് പൊതുവെ ഒരു അലർജിയുള്ളൊരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. പക്ഷേ വ്യക്തമായി ഭരണപക്ഷത്തെക്കുറിച്ച് വിധി എഴുതുന്ന മണ്ഡലവുമാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് വായിച്ചെടുക്കാം തിരുവനന്തപുരം മണ്ഡലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റിപ്പോർട്ടർ മെഗാ പ്രീ പോൾ സർവേ.
നവകേരള സദസ്സ്. അതെ, വടക്കുന്ന് തുടങ്ങി തിരുവനന്തപുരത്തെത്തിയ നവകേരള 6 MLA-മാരുള്ള LDF-ന് 6 MLA-മാരുള്ള തലസ്ഥാനമായതുകൊണ്ട് തന്നെ വലിയ സംഘാടനത്തിലേക്ക് ആളെ കൂട്ടുന്ന യജ്ഞത്തിലേക്കൊക്കെ പോയ ഇടമാണ് അവിടെ. ഇത് ആവശ്യമായിരുന്നു എന്ന് എത്ര പേർ പറയുന്നു എന്നറിയാൻ എനിക്ക് കൗതുകമുണ്ട്. നവകേരള സദസ്സ് ആവശ്യമായിരുന്നോ, ആവശ്യമായിരുന്നില്ലേ? എന്താണ് തിരുവനന്തപുരം മണ്ഡലത്തിലെ വോട്ടർമാർ പറയുന്നത്? 85.2% പേർക്കും ആവശ്യമായിരുന്നില്ല എന്ന അഭിപ്രായമാണ്. ടോപ്പ് ഫസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ഇവിടെയാണ്. കമ്പാരിസന്റെ കാര്യത്തിലും നവകേരള സദസ്സിന്റെ കാര്യത്തിലും വളരെ വ്യക്തമായി പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്താണ് തിരുവനന്തപുരം. അല്ല, അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മളതൊന്ന് ക്രോഡീകരിക്കുകയാണ് എങ്കിൽ പിണറായി സർക്കാർ വിരുദ്ധ തരംഗം എല്ലാ അർത്ഥത്തിലും ശക്തമായി നിൽക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം. ഒപ്പം തന്നെ പ്രതിപക്ഷത്തെക്കുറിച്ച് അത്ര മോശപ്പെട്ട അഭിപ്രായം ഇല്ലാത്ത മണ്ഡലവുമാണ്. വ്യക്തിത്വത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന മണ്ഡലമാണ്. ഈ ഘടകങ്ങൾ എംപിയുടെ പെർഫോമൻസിന് ആന്റി ഇൻകുംബൻസി ഇല്ലാത്ത മണ്ഡലവുമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഘടകങ്ങൾ ഇതുവരെ പരിശോധിച്ചാൽ ആർക്കാണ് ഗുണകരമായി? Advantage Shashi Tharoor and the competition is between BJP and Congress. എന്ന സൂചന നമുക്ക് കേന്ദ്ര സർക്കാർ മികച്ചതാണെന്ന് പറയുന്നു. നരേന്ദ്രമോദിക്ക് രാഹുൽ ഗാന്ധിയോട് തൊട്ടടുത്ത് നിൽക്കുന്ന ശതമാനം സപ്പോർട്ട് ലഭിക്കുന്നു. അപ്പം 2ാം സ്ഥാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് NDA ആണ്. അതായത് നേരിട്ട് തന്നെ പറയാണ്, മോദി സർക്കാരിന്റെ പ്രകടനം മെച്ചമാണെന്ന് പറയുകയും കേരള സംസ്ഥാനത്തെ പിണറായി സർക്കാരിന്റെ ഭരണം മെച്ചമല്ല എന്ന് പറയുകയും ചെയ്യുന്നതിലൂടെ വളരെ കൃത്യമായ ഒരു ഇൻഡിക്കേഷൻ. അല്ല, അങ്ങനെയാണെങ്കിൽ മോഡിക്ക് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ മോഡി കേന്ദ്ര സർക്കാരിന് അനുകൂലമായിട്ടുള്ള ഒരു വികാരം അവിടെ നിൽക്കുന്നു എന്ന് അറിയാനുള്ള ഏറ്റവും നല്ല ചോദ്യമാണ് അടുത്ത ചോദ്യം. കാരണം എന്ത്? സാമ്പത്തിക പ്രതിസന്ധിക്ക് കേന്ദ്രത്തെ പഴിചാരുന്ന മുഖ്യമന്ത്രിയും ഒപ്പം മന്ത്രിമാരും പറയുന്ന ആ ആരോപണങ്ങൾ മുഖവിലേക്ക് എടുത്തിട്ടുണ്ടോ തലസ്ഥാനം? സംസ്ഥാന സർക്കാരിന്റെയോ അതോ കേന്ദ്രത്തിന്റെയോ പരാജയം? സംസ്ഥാന സർക്കാരിന്റെ പരാജയം എന്ന് പറയുന്നത് 60% പേരാണ്. 59.2. പെൻഷൻ കുടിശ്ശിക, DA കുടിശ്ശിക, സർക്കാർ ജീവനക്കാരുടെ തട്ടകമാണ്. അതാണ് സർക്കാർ ജീവനക്കാരുടെ തട്ടകമാണ് തിരുവനന്തപുരം. സർക്കാർ ജീവനക്കാരുടെ തട്ടകമായ അവിടെ അസോസിയേഷനുകൾ. അതായത് കേന്ദ്ര സർക്കാരിന്റെ അല്ല കുഴപ്പം, മറിച്ച് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്ക് എത്രയാണെന്നറിയോ കിട്ടിയിരിക്കുന്നത്? കേവലം 16.2%. ഏറ്റവും കുറവ് തിരുവനന്തപുരത്ത്. അപ്പോ നിശ്ചയമായും അത് NDAക്ക് അഡ്വാൻറ്റേജ് ആണ്. NDAക്ക് അനുകൂലമായി തീരുന്ന 3ാമത്തെ ഫാക്ടറാണ്. 1 നരേന്ദ്രമോദി, 2 കേന്ദ്ര സർക്കാർ, 3 സാമ്പത്തിക നയങ്ങൾ. ഈ 3 കാര്യത്തിലും അപ്പം 5 കാരണങ്ങൾ പിണറായി സർക്കാരിനെതിരെ, 3 കാരണങ്ങൾ നരേന്ദ്രമോദി സർക്കാരിന് അനുകൂലമായി. അല്ല, അങ്ങനെയാണ് എങ്കിൽ 2019 ഫൈറ്റിന്റെ തൽസ്ഥിതി വരുന്നു കേട്ടോ. അതായത് ഫൈറ്റിന്റെ തൽസ്ഥിതിയാണോ കുറച്ചുകൂടി ക്ലോസർ ആകുമോ എന്ന് നമ്മൾ ഒന്നുകൂടി ഒന്ന് നോക്കേണ്ടിയിരിക്കും. നോക്കാം നമുക്ക്. ഇത്തവണ NDA നില മെച്ചപ്പെടുത്തുകയാണെങ്കിൽ ഒരു ക്ലോസ് ഫൈറ്റിനുള്ള സാധ്യതയുണ്ടോ അവിടെ? വളരെ പ്രധാനമാണ്. മുമ്പാണ് നമ്മുടെ സർവേ നടക്കുന്നതെന്ന് ഓർമ്മിക്കണം. സ്ഥാനാർത്ഥിയായിട്ടില്ല എന്നത് നമ്മൾ ഓർമ്മിക്കണം. NDAയുടെ സ്ഥാനാർത്ഥിയും എത്തിയിട്ടില്ല. ആകെയുള്ളത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മാത്രമാണ്. അപ്പോൾ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നുണ്ടോ? EDയും CBIയും ഭരണസിരാ കേന്ദ്രത്തിലേക്ക് എപ്പോഴെത്തുമെന്ന ചോദ്യമുണ്ടായിരുന്ന സമയം രാഷ്ട്രീയ നാടകങ്ങളും അരങ്ങേറിയ നഗരം. കണ്ടോ, വളരെ പ്രധാനമാണ്. 54% ആളുകളും രാഷ്ട്രീയ പകപോക്കാൻ വേണ്ടി കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതാർക്ക് ഗുണകരമാണ്? ഇതെല്ലാം കേന്ദ്ര സർക്കാരിന് അനുകൂലമായ നാലാമത്തെ ഫാക്ടറിയാണ്. അതായത് 2 വരകളിങ്ങനെ സഞ്ചരിക്കുകയാണ്. ഇതിൽ ആരാണ് നേരത്തെ പോയിട്ട് ആ പോയിന്റിൽ എത്തിച്ചേരുക എന്നുള്ളത് മാത്രമേ നോക്കിയാൽ മതി. ആ 2 വരകൾ എന്ന് പറയുന്നത് ഒന്ന് UDFും NDAയും ആയിരിക്കും. അതായത് LDF ഓട്ടം ഇതുവരെ തുടങ്ങിയിട്ടേ ഇല്ല, നിന്നിടത്ത് നിൽക്കുക. ഒരൊറ്റ പോയിന്റിൽ പോലും ഇല്ല, ഓട്ടം തുടങ്ങിയില്ല. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഇങ്ങനെ ബ്ലോക്കായി നിൽക്കുകയാണ് LDF എന്നതാണ് തിരുവനന്തപുരത്തെ വസ്തുത. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഡിക്കേറ്ററാണിത്. അപ്പോൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാർ എന്ന് പറയുന്നു, വേട്ടയാടുന്നത് ഇല്ല എന്ന് പറയുന്നു, കരുവന്നൂർ അടക്കമുള്ള വിഷയങ്ങൾ, സ്വർണ്ണക്കടത്തടക്കം കണ്ടല ബാങ്ക്. അതെ, CPIയുമായി ബന്ധപ്പെട്ടാണ് ആരോപണം. കണ്ടലയിലെ ഭാസരാങ്കൻ CPIയുടെ പ്രിയങ്കരനായിരുന്നു. അതാണ് പന്തിന്റെ വീന്തൻ ഏറ്റവും വലിയ ചെക്കായി തീരാൻ പോകുന്ന ഒരു ഫാക്ടർ. കണ്ടല അടക്കമുള്ള തട്ടിപ്പുകൾ കൂടിയാണ്. ഇനി അങ്ങനെയെങ്കിൽ ഇന്ത്യ മുന്നണി, ശശി തരൂർ കൂടി ഭാഗമായ, കോൺഗ്രസ് കൂടി ഭാഗമായ ഇന്ത്യ മുന്നണി ഇന്ത്യ പിടിക്കുമോ എന്ന ചോദ്യത്തിന് തിരുവനന്തപുരത്തിന്റെ ശശി തരൂരിന്റെ വോട്ടർമാർ എന്ന് പറയുന്നു? കാണാം ഓൺ സ്ക്രീൻ. ഇന്ത്യ പിടിക്കുമോ ഇന്ത്യ മുന്നണി? 43% പേർ പറയുന്നു ഇന്ത്യ മുന്നണി നല്ല പ്രകടനം കാഴ്ചവെക്കുമെന്ന്. മെച്ചപ്പെട്ട പ്രകടനമെന്ന് 40.6, വലിയ നേട്ടമുണ്ടാക്കുമെന്ന് 2.4. ചേർത്താൽ 43. അടുത്ത ചോദ്യം. അടുത്ത ചോദ്യത്തിൽ 54.7 ഒരു മാറ്റം ഉണ്ടാക്കില്ല. വീണ്ടും നോക്കൂ, NDA UDF. പക്ഷേ നമുക്ക് UDF എന്ന് മാത്രം വേർതിരിച്ച് കാണാം. CPI ഇന്ത്യ മുന്നണിയുടെ മോശമായതും വലിയ നഷ്ടമുണ്ടാക്കും എന്നുള്ളതും 0.
അതെ അതെ, അത്രയുമില്ല. അത് നഷ്ടമുണ്ടാക്കില്ല, വലിയ നഷ്ടമുണ്ടാക്കില്ല എന്ന് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാം. കാര്യം കേരളത്തിലടക്കം ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു എന്താ പറയാ 55% അല്ലേ? അപ്പൊ 8% ഗ്യാപ്പാണുള്ളത്. അത് ഈ പറയുന്ന കണക്ക് നമുക്ക് വ്യവച്ഛേദിച്ച് വേണമെങ്കിൽ പറയാം. 43% എന്ന് പറയുന്നത് ഒരു പക്ഷേ CPIക്കും അല്ലെങ്കിൽ പിന്നെ കോൺഗ്രസിനും ഒരുപോലെ ഗുണകരമാകാമെന്ന്. പക്ഷേ ഈ മത്സരത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ 2 ട്രാക്ക് ഇപ്പൊ സജീവമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തേത് കേന്ദ്ര സർക്കാരായി നരേന്ദ്രമോദി സർക്കാർ വരുമെന്ന സൂചനയും ഇതിൽ നമുക്ക് ഒരു മാറ്റം ഉണ്ടാക്കുന്നില്ല. അവർ, അതായത് തിരുവനന്തപുരം മണ്ഡലത്തിലുള്ളവർ വിശ്വസിക്കുന്നു കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നത് നരേന്ദ്രമോദി സർക്കാരാണ്. ആ നരേന്ദ്രമോദി സർക്കാരിനെ പിന്തുണയ്ക്കുന്നയാൾ വേണമോ നരേന്ദ്രമോദി സർക്കാരിനെ എതിർക്കുന്നയാളിനെ വേണമോ തിരുവനന്തപുരത്തിന്? ആ ചോദ്യം ഇനി ബാക്കി നിൽക്കുന്നുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. അതിനു മുൻപ് ആരാകണം മുഖ്യമന്ത്രി വളരെ പ്രധാനമാണ് ആ കോൺസ്റ്റിറ്റ്യുവൻസിയെ ബന്ധപ്പെട്ട്. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ആരെയാണ് തിരുവനന്തപുരം ആഗ്രഹിക്കുന്നത്? അത് അവരുടെ സ്വന്തം തരൂരിനെയാണോ അതോ പിണറായി വിജയനെയാണോ മറ്റിടങ്ങളിൽ കണ്ടതുപോലെ KK ശൈലജയാണോ? ശശി തരൂർ 21.9%. VD സതീശനാണ് 27.4%. VD സതീശൻ 27.4%. ശശി തരൂർ അതാണ് രണ്ടാം സ്ഥാനത്ത് ശശി തരൂരാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ പ്രധാനമാണ്. ഇതുവരെയുള്ള മണ്ഡലങ്ങളിൽ കണ്ട സ്വഭാവമേ അല്ല. മൂന്നാമത് സുരേഷ് ഗോപിയാണ്. 18%. അത് കഴിഞ്ഞിട്ടാണ് ശൈലജ, KK ശൈലജ. അഞ്ചാമതാണ് പിണറായി വിജയൻ. അതായത് ഇതുവരെയുള്ള മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തിരുവനന്തപുരം എന്ന തലസ്ഥാന നഗരിയിലെ മണ്ഡലത്തിൽ പിണറായി വിജയൻ 5ാമത്തെ പ്രധാനപ്പെട്ട ഏറ്റവും വേണ്ടപ്പെട്ട മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മാറുകയും ശൈലജ ടീച്ചർക്ക് പോലും 4ാമത് നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുകയും സുരേഷ് ഗോപി 3ാമതെത്തുകയും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രതിപക്ഷത്തെ സ്ഥാപിക്കുന്നു. അതാണ് VD സതീശനെ മുഖ്യമന്ത്രിയായി കാണുന്നു എന്ന് പറഞ്ഞാൽ UDF ഭരിക്കട്ടെ എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ പിന്നെയുള്ള ചോയ്സ് ശശി തരൂരാണ്. 2ാമത്തെ ചോയ്സ് എന്ന് പറയുന്നത്. അപ്പൊ പൂർണ്ണമായും കോൺഗ്രസിന് അനുകൂലമായി ഓടിത്തുടങ്ങിയ ഓട്ടത്തിൽ ബഹുദൂരം UDF മുന്നിലെത്തിയിരിക്കുന്നു. അതെ, അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ചോയ്സ് ആണ്. KK ശൈലജ പോലും 13.6 മാറി. എനിക്കൊന്നു KK ശൈലജയ്ക്ക് ഏറ്റവും കുറച്ച് പിന്തുണ കിട്ടിയ മണ്ഡലം അത് ശൈലജയോടുള്ള എതിർപ്പായിരിക്കില്ല, സർക്കാർ തന്നെയാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് ഇപ്പോഴും 6.4 പിന്തുണയുണ്ട്. K സുധാകരന് 0, K സുരേന്ദ്രന് 0, KC വേണുഗോപാൽ 0.4, MV ഗോവിന്ദൻ 0, അറിയില്ല 1.9%. ഇതാണ് മുഖ്യമന്ത്രി സാധ്യതകൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ചോയ്സ് തിരുവനന്തപുരം മണ്ഡലത്തിന്റെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. റിപ്പോർട്ടർ മെഗാ പ്രീ പോൾ സർവേ. തിരുവനന്തപുരം മണ്ഡലം ആർക്കൊപ്പമാണ് നിൽക്കുക? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിന് മുമ്പ് വോട്ടർമാരെ കണ്ടപ്പോൾ അവർ നൽകിയ മറുപടി അനുസരിച്ച് തിരുവനന്തപുരം മണ്ഡലം തിരുവനന്തപുരം UDF-നൊപ്പം നിൽക്കും. UDF-നോടൊപ്പം 44.8%. LDF നോക്കൂ, കഴിഞ്ഞ തവണത്തെ നിലയിലേക്ക് 25.7%. BJP 2% അതായത് UDF-ഉം NDA-യും തമ്മിലാണ് തിരുവനന്തപുരത്ത് ഇക്കുറിയും മത്സരം. അതായത് സെയിം പൊസിഷൻ 2014, 2019, ഇപ്പോൾ 2024-ലും മത്സരം നടക്കുന്നത് കോൺഗ്രസും BJP-യും തമ്മിലാണ്. 3ാം സ്ഥാനത്തേക്ക് പോകുന്നു LDF. ഇവിടെ എല്ലാവരും പെർസെൻറ്റേജ് വർദ്ധിപ്പിക്കുന്നുണ്ട് കേട്ടോ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 41% കഴിഞ്ഞ തവണ UDF-ന്റെ പെർസെൻറ്റേജ്, ശശി തരൂരിന്റെ പെർസെൻറ്റേജ് എങ്കിൽ അത് പ്രാവശ്യം 44.8 ഉയരുന്നു. 3% അഡ്വാൻറ്റേജ് UDF-നുണ്ടാകുന്നു, വളർച്ചയുണ്ടാകുന്നു. അതേപോലെ തന്നെയാണ് BJP-യും വളർച്ച കാണിക്കുന്നു. 31.30% കഴിഞ്ഞ തവണത്തെയെങ്കിൽ ഇപ്രാവശ്യം നമ്മളുടെ പ്രതീക്ഷ നമ്മൾ കണക്കൂട്ടുന്നതനുസരിച്ച് കുറയുകയാണ്. വളരെ ക്ലിയർ ആണ്. അന്ന് കുമ്മനം രാജശേഖരൻ മത്സരിക്കുന്നു. ശബരിമല വലിയ വികാരമായിട്ട് നിൽക്കുന്നു. നാമജപ ഘോഷയാത്ര വലിയ തരംഗമുണ്ടാക്കിയ മണ്ഡലമാണ്. അതൊക്കെ പ്രധാനപ്പെട്ട ഫാക്ടറാണ്. 2% കുറയുമ്പോൾ 0.1% LDF-ന്റെ വോട്ട് വർദ്ധിക്കുന്നുണ്ട്. പക്ഷെ കാര്യമില്ല. അപ്പോഴും വ്യത്യാസം എത്രയാണെന്നറിയാവോ? 10% വ്യത്യാസം. ഈ 2 രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ഒന്ന്, സർക്കാരിനെതിരായിട്ടുള്ള ആന്റി ഇൻകംബൻസി ശക്തമായിട്ട് ശശി തരൂരിന് അനുകൂലമായ വോട്ടായി മാറി. നമ്പർ 2, ശശി തരൂർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ മാത്രമേ ഈ പ്രതികരണം നടത്തുന്ന സമയത്ത് വോട്ടർമാർക്ക് അറിയുള്ളൂ. ശശി തരൂരിനെതിരെ വിരുദ്ധ വികാരമില്ല. ശശി തരൂരിന് അനുകൂലമായിട്ടുള്ളൊരു റെസ്പോൺസ് എന്ന രീതിയിലാണ് ഞാൻ ഇതിനെ കാണുന്നത്. പക്ഷേ ശശി തരൂരാണ് ദ ബെസ്റ്റ് അവൈലബിൾ കാൻഡിഡേറ്റ് ഫോർ UDF. ഇനി ശശി തരൂരിനെ മറികടക്കണമെങ്കിൽ കുമ്മനം രാജശേഖരനേക്കാൾ മുകളിലുള്ള O രാജഗോപാലിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു NDA സ്ഥാനാർത്ഥി വരണം. ഇവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം 10% വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ശശി തരൂർ വിജയിച്ച് കയറുന്നത്. 1 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം. കഴിഞ്ഞ പ്രാവശ്യം 41% ശശി തരൂര്, കുമ്മനം രാജശേഖരൻ 33%. വ്യത്യാസം 10%. ഇക്കുറി അങ്ങനെയല്ല, 14% വ്യത്യാസം.
രണ്ടാം സ്ഥാനക്കാരനുമായി റീസൺ ഉണ്ട്. ആ. അതിനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ശശി തരൂരിനെതിരെ കുമ്മനം രാജശേഖരൻ വരുമെന്നുള്ളത് തെരഞ്ഞെടുപ്പ് അനൗൺസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ വ്യക്തമായിരുന്നു. കുമ്മനം അവിടെ കേന്ദ്രീകരിച്ച് ക്യാമ്പ് അല്ലെങ്കിൽ അവിടെയുള്ള വേദികളിൽ ഒക്കെ സജീവമായി കാണാമായിരുന്നു. പക്ഷേ ഇക്കുറി തിരുവനന്തപുരത്ത് ആരും ഇതുവരെ സജീവമായി പ്രചാരണത്തിന് ഇറങ്ങിയിട്ടില്ല. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഇറങ്ങുമെന്ന് കേൾക്കുന്നു. ഇന്നിതാ ശോഭനയുടെ പേര് വരുന്നു. അപ്പോൾ ആളുകൾക്ക് ഒരു ആശയക്കുഴപ്പമുണ്ട്. ശശി തരൂർ എന്ന് പറയുന്നത് മാത്രമാണ് അവർക്കറിയാവുന്ന ഉറച്ച പേര് ഈ സർവേ നടക്കുന്ന കാലയളവിൽ. അതായത് പ്രധാനമന്ത്രിയോടൊപ്പം നിൽക്കുന്ന ഒരു കാൻഡിഡേറ്റ്, ഞാൻ ഇപ്പോഴും പറയുന്നു ജയശങ്കറാണ് വരുന്നതെങ്കിൽ, അതല്ല നിർമ്മലാ സീതാരാമനാണ് മത്സരിക്കുന്നതെങ്കിൽ ചിത്രം വ്യത്യസ്തമാവും. അല്ല, പക്ഷെ വേറൊരു കാര്യമുള്ളതെന്നറിയോ, 14% മാർജിൻ എന്ന് പറയുന്നത് ഹ്യൂജ് ആണെന്ന് തന്നെ ഞാൻ കരുതുന്നു. 14%, 24% സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വത്തിന് തിരുവനന്തപുരം. അതുണ്ട്. പിന്നെ നമുക്ക് ഊഹിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തുകൊണ്ട് നരേന്ദ്രമോദി വരുന്നില്ല, എന്തുകൊണ്ട് നിർമ്മലാ സീതാരാമൻ വരുന്നില്ല, എന്തുകൊണ്ട് ജയശങ്കർ വരുന്നില്ല? ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടാകും. അതുകൊണ്ട് വലിയൊരു സ്ഥാനാർത്ഥി ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ കരുത്തരായ സ്ഥാനാർത്ഥിയാണ്. നിശ്ചയമായും രാജീവ് ചന്ദ്രശേഖർ വന്നാൽ ഈ 14% എന്ന് പറയുന്ന ഗ്യാപ്പ് ഓടിത്തീർക്കാൻ അത്ര എളുപ്പമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ശശി തരൂരിന് വളരെ ക്ലിയർ അഡ്വാൻറ്റേജ് ഉള്ളൊരു മണ്ഡലമായി തീരുന്നു. നമുക്കൊപ്പം ഉള്ളതാരാണ്? ശ്രീജിത്ത് ചേരുന്നുണ്ട്. വെരി ഗുഡ് ഈവനിങ്. അപ്പോൾ 2019 മറ്റു ചില സാധ്യതകൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് ആവർത്തിക്കുമെന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ ശശി തരൂർ കുറച്ചുകൂടി നില മെച്ചപ്പെടുത്തും. 14% വ്യത്യാസം NDAയും UDFും തമ്മിൽ ഉണ്ടാകുമെന്നതാണ് നമ്മുടെ പ്രീപോൾ സർവേ പറയുന്നത്. ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയം വരെ മണ്ഡലത്തിന്റെ മനസ്സ് അങ്ങനെ തന്നെയായിരുന്നു. തിരുവനന്തപുരത്ത് ശശി തരൂരിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് ഇപ്പോഴും ഒരു മുൻതൂക്കമുണ്ട് എന്നതാണ് വാസ്തവം. അതുതന്നെയാണ് നമ്മുടെ സർവേയിലും ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. എന്നാൽ പന്ന്യൻ രവീന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം വ്യക്തമായതോടെ LDF ക്യാമ്പിൽ ഒരു ഉണർവുണ്ടായിട്ടുണ്ട്. LDF ക്യാമ്പിൽ നല്ല ആത്മവിശ്വാസം ഉണ്ടായിട്ടുണ്ട് എന്നതും ഒരു ഘടകമാണ്. ഫെബ്രുവരി 8 മുമ്പ് നമ്മൾ പൂർത്തിയാക്കിയ സർവേയുടെ ഫലമാണല്ലോ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ശേഷമുണ്ടായ മാറ്റങ്ങൾ, പ്രത്യേകിച്ചും LDF സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചൊരു വ്യക്തത കൂടി വരുമ്പോൾ കുറച്ചുകൂടി മാറ്റങ്ങൾ വന്നേക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല, കഴിഞ്ഞ തവണ 41.6% വോട്ട് ശതമാനമാണ് തരൂർ നേടിയത്. BJPയുടെ വോട്ട് ശതമാനം 31.3%. LDFന്റെ 25.6% സി ദിവാകരൻ കരസ്ഥമാക്കി 3ാം സ്ഥാനത്ത് കരസ്ഥമാക്കിയ വോട്ട്. അപ്പോൾ തന്നെ ഏതാണ്ട് 16-17% വോട്ട് വ്യത്യാസം LDFനും UDFനും ഇടയിൽ ഉണ്ടായിരുന്നു. ഇനി ഈ സർവേയുടെ ഫലവും ഏതാണ്ട് അതിനടുത്തുള്ളൊരു സംഖ്യയിലേക്ക് തന്നെയാണ് കാര്യങ്ങളെ എത്തിക്കുന്നത്. എങ്കിലും പന്ന്യൻ രവീന്ദ്രൻ സ്ഥാനാർത്ഥിയോടെ LDF ക്യാമ്പിലും പ്രത്യേകിച്ചും CPM കേന്ദ്രങ്ങൾ വലിയ ആത്മവിശ്വാസത്തോടെയാണ് പന്ന്യൻ രവീന്ദ്രൻ സ്ഥാനാർത്ഥിത്വത്തെ കാണുന്നത്. അത് LDFന്റെ നിലയിൽ മെച്ചമുണ്ടാക്കും, മാറ്റമുണ്ടാക്കുമെന്ന് ഞാൻ കരുതുന്നു. മാത്രമല്ല, അത്തരമൊരു സ്ഥിതി വരുമ്പോൾ കുറച്ചുകൂടി വോട്ടിന്റെ കാര്യങ്ങൾ മാറ്റം വരാം. എന്നാൽ രാജീവ് ചന്ദ്രശേഖരനെ പോലെയോ അല്ലെങ്കിൽ ദേശീയ മുഖങ്ങൾ ആരെങ്കിലുമാണ് ഇവിടെ വരുന്നതെങ്കിൽ BJP കഴിഞ്ഞ തവണ കുമ്മനം കരസ്ഥമാക്കിയ അത്രയും ഒരു വോട്ട് കരസ്ഥമാക്കാനുള്ള സാധ്യത കാണുന്നില്ല. ഒരൊറ്റ ചോദ്യം മാത്രം ശ്രീജിത്ത്. കഴിഞ്ഞ തവണ 2019 BJPയും കോൺഗ്രസും തമ്മിലായിരുന്നു മത്സരം. ശ്രീജിത്ത് കരുതുന്നുണ്ടോ ഇക്കുറിയും BJPയും കോൺഗ്രസും തമ്മിലായിരിക്കും മത്സരമെന്ന്? ഇത്തവണ BJPയും കോൺഗ്രസും തമ്മിലായിരിക്കും പ്രധാന മത്സരം എന്ന് കരുതാവുന്നൊരു സാഹചര്യം ഇതുവരെയും തിരുവനന്തപുരം മണ്ഡലത്തിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. സാധാരണ കാർഡടച്ചുള്ള പ്രചാരണത്തിലൂടെ നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ടൊക്കെ BJP രംഗത്ത് വരുന്നെങ്കിൽ ഇപ്പോൾ BJP വലിയ തോതിലുള്ള സന്നാഹങ്ങൾ അവർക്ക് ഇവിടെ ഉണ്ടെങ്കിലും അത്തരമൊരു രാഷ്ട്രീയ മത്സരത്തിലേക്ക് ഇതുവരെയും കാൽവെച്ചിട്ടില്ല എന്നും വേണം മനസ്സിലാക്കാൻ. ഇനിയിപ്പോൾ 27-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വരികയാണ്. അദ്ദേഹത്തിന് റോഡ് ഷോ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതോടുകൂടി BJP ഒരു മത്സര ചിത്രത്തിലേക്ക് വരും. അങ്ങനെയെങ്കിൽ ഒരു ശക്തമായ ത്രികോണ മത്സരം, ഇത്തവണയും BJPയും കോൺഗ്രസും തമ്മിലുള്ള മത്സരമായിരിക്കില്ല, മറിച്ചൊരു ത്രികോണ മത്സരത്തിൽ കളമൊരുങ്ങും എന്ന പ്രതീക്ഷയാണ് ഈ സാഹചര്യത്തിൽ എന്ന വിലയിരുത്തലാണ് എനിക്കുള്ളത്. ശരിയാണ്. നമ്മുടെ സർവേ പ്രകാരവും LDFും NDAയും തമ്മിലുള്ള വ്യത്യാസം 4% താഴെ മാത്രമാണ്. അതായത് NDA ഇപ്പോഴും ഒരു ശക്തരായിട്ടുള്ള എതിരാളിയായിട്ട് മാറിയിട്ടില്ല ശശി തരൂരിന്. അവിടെ നോക്കൂ, അവിടെ വന്നിരിക്കുന്ന വ്യത്യാസം എന്ന് പറയുന്നത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ കൂടുതൽ വാർഡുകളിൽ അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ NDAക്ക് കഴിയുന്ന ഒരു സാഹചര്യം കുറച്ച് സീറ്റ് നഷ്ടപ്പെട്ടു. ഇന്നിപ്പോ ഒരെണ്ണം നഷ്ടപ്പെട്ടു. സിറ്റിംഗ് വാർഡുകൾ പിടിച്ചെടുത്തു. അതേസമയം തന്നെ മട്ടന്നൂരിൽ അട്ടിമറി ജയവും ഉണ്ടാവുന്നുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഞാൻ പറയാൻ കാരണം, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിച്ച കൗൺസിലർമാരെയൊക്കെ ആ പാർട്ടി കൃത്യമായി അവിടുത്തെ സംഘടനാ ബലം ശക്തിപ്പെടുത്താനാണ് ഉപയോഗിക്കുന്നത്. ഈ പേജ് പ്രമുഖ മുതലുള്ള ആളുകളെല്ലാം ആ രീതിയിൽ വിന്യസിച്ചു കഴിഞ്ഞു. ഇടതുപക്ഷത്തിന്റെ ആ മെക്കാനിസം അത്ര ആക്റ്റീവ് അല്ല, പ്രത്യേകിച്ചും CPIയുടേത്. അവർക്കൊരു തിരിച്ചടിയാകുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പന്ന്യൻ രവീന്ദ്രൻ അന്ന്, അതായത് 2005 മത്സരിക്കാൻ ഇറങ്ങിയതുപോലെയുള്ള ഒരു കളമല്ല ഇക്കുറിയുള്ളത്. പക്ഷെ നിലവിൽ നമ്മുടെ സർവേ പ്രകാരം ഏകപക്ഷീയമായ മുൻകൈ തിരുവനന്തപുരം മണ്ഡലത്തിൽ ശശി തരൂരിനുണ്ട്. 44%. അത് മറികടക്കണമെങ്കിൽ
വലിയ ശ്രമം വേണം. അതൊരു അതാണ് വലിയ 14 candidate അതാണ് വരണം. അതാണ് Big candidate. NDA-ക്ക് ഒരു ബിഗ് കാൻഡിഡേറ്റ് വരണം. NDA-ക്ക് ബിഗ് കാൻഡിഡേറ്റ് വന്നില്ലെങ്കിൽ ഇനി പോകെ CPI പന്ന്യൻ രവീന്ദ്രന്റെ വരവോടുകൂടി രണ്ടാം സ്ഥാനത്തേക്ക് എത്തും. അതായത് LDF വേഴ്സസ് UDF എന്നുള്ള സ്ഥിതിയിലേക്ക് വരും. അതാണ് നേരത്തെ ശ്രീജിത്ത് പറഞ്ഞതുപോലെ. അതായത് കഴിഞ്ഞ തവണത്തെ ചിത്രം, അതിന് തൊട്ടു മുമ്പത്തെ ചിത്രവും മാറും. ഒ രാജഗോപാലിന്റെയോ കുമ്മനം രാജശേഖരന്റെയോ അവസ്ഥയിലുള്ള ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി ഫൈറ്റ് ആയിരിക്കില്ല. ഇനി ശശി തരൂരും പന്ന്യൻ രവീന്ദ്രനും തമ്മിലുണ്ടാകും. ഒന്നാമത്തെ കാര്യം ഭരണവിരുദ്ധ വികാരം അവിടെ നിൽക്കുന്നുണ്ട്. അതൊരു പ്രധാന ഘടകമാണ്. അല്ല, അത് വലിയ ക്യാപിറ്റലാണ്. വലിയ ക്യാപിറ്റലാണ്. വലിയ ശശി രൂപത്തിൽ തരൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ക്യാപിറ്റലാണ് ആ ഭരണവിരുദ്ധ വികാരം. മറ്റു മണ്ഡലങ്ങളിൽ അതേപോലെ തന്നെ വ്യത്യസ്തമായി NDA സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായയും കേന്ദ്ര സർക്കാരിന്റെ പ്രതിച്ഛായയും വളരെ പ്രധാനം. അവിടെയാണ് ഞാനൊരു കാര്യം പറയാൻ വരുന്നത്. തൃശ്ശൂരിൽ ഇറങ്ങിയ നരേന്ദ്രമോദി അടുത്തതായി വരാൻ പോകുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് പദയാത്രയിലേക്ക് 27-ാം തീയതി നരേന്ദ്രമോദി ലാൻഡ് ചെയ്യാൻ പോകുന്നത്. അതിനു മുൻപ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. ഒരുപക്ഷെ ആ സ്ഥാനാർത്ഥിയെ 27-ാം തീയതി നടക്കുന്ന പദയാത്രയിൽ നരേന്ദ്രമോദിക്കൊപ്പമായിരിക്കും ആ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുക. അതുകൊണ്ടാണ് തിരുവനന്തപുരം മണ്ഡലം തെരഞ്ഞെടുത്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും തൃശ്ശൂർ മണ്ഡലത്തിൽ കണ്ടതുപോലെയോ ഈവൻ പാലക്കാട് മണ്ഡലത്തിൽ കാണുന്നത് പോലെയോ ഉള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് BJP എത്തിയിട്ടില്ല. തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥി മാത്രമല്ല സംസ്ഥാന ഘടകം പേരുകളുമായി ഇങ്ങോട്ട് വരണ്ട, ഞങ്ങൾ നിശ്ചയിച്ചോളാം എന്ന് കേന്ദ്ര നേതൃത്വം വ്യക്തമായി പറഞ്ഞ മണ്ഡലം കൂടിയാണ്. അപ്പൊ മുഖമില്ല എന്നുള്ളതാണ് NDA നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു മുഖം കൂടി വന്നാൽ ഒരുപക്ഷേ കണക്കുകൾ മാറും. ഇല്ലെങ്കിൽ UDF വേഴ്സസ് LDF എന്ന നിലയിലേക്ക് തിരുവനന്തപുരം ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ മത്സരം മാറാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ഇനി നമ്മൾ പോകുന്നത് തലസ്ഥാന നഗരിയിൽ നിന്ന് പൂരങ്ങളുടെ നഗരമായ തൃശ്ശൂരിലേക്ക്. തൃശ്ശൂർ എന്താണ് കാത്തുവെച്ചിരിക്കുന്നത് നമുക്ക് അല്പസമയത്തിനുള്ളിൽ അറിയാൻ കഴിയും. കുടമാറ്റം പോലെ തെക്കേ ഗോപുരനട തള്ളി തുറന്ന് ആരാണ് വരാൻ പോകുന്നത് എന്നതാണ് അറിയേണ്ടത്. തൃശ്ശൂരിനൊരു തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനുണ്ട്. ഇതിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് പകരം തൃശ്ശൂർ സുരേഷ് ഗോപിയാണോ, തൃശ്ശൂർ സുനിൽകുമാറാണോ, തൃശ്ശൂർ TN പ്രതാപനാണോ? ആരടുക്കും തൃശ്ശൂർ?